കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നാണ് പെരുവണ്ണാമൂഴിയിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. നിലവിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 55 കിലോമീറ്റർ ദൂരം ചക്കിട്ടപ്പാറ പഞ്ചായത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു അണക്കെട്ടിന്റെ റിസർവോയർ ബോട്ടിങ്ങിനുള്ള സൗകര്യവും സർക്കാർ മുതല വളർത്ത് കേന്ദ്രവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മക്കായിട്ടുള്ള ഒരു പൂന്തോട്ടവും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും സജീവമല്ല, വളരെ ഡ്രൈ ആയി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ മുതല വളർത്ത് കേന്ദ്രത്തിലെ മുതലകൾ ആരെങ്കിലും ഒക്കെ തങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള അവസ്ഥ. നമുക്ക് അങ്ങോട്ട് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള KSRTC സർവീസ് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്. പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, സർ, നമുക്ക് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ നിന്നും കോഴിക്കോട് നഗരത്തിലേക്ക് ഒരു KSRTC സർവീസ് നിലവിലില്ല. ഇപ്പൊ പ്രിയദർശിനിയൊക്കെ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് പേരാമ്പ്ര മണ്ഡലത്തിലും അതിന്റെ ഉദ്ഘാടനം വളരെ ഗംഭീരമായി നടന്നു. പക്ഷെ ചക്കിട്ടപ്പാറയുള്ള ആളുകൾക്ക് പേരാമ്പ്ര ടൗണിൽ വന്ന് ടൗണിൽ നിന്ന് വീണ്ടും കോഴിക്കോടേക്ക് അടുത്ത ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യണം. മലയോര മേഖലയാണ്, ഒത്തിരി സ്ത്രീകൾ അവിടെ നിന്ന് ടൗണിൽ ജോലി ചെയ്യുന്നവരുണ്ട്. വിനോദസഞ്ചാരികൾ ഈ പെരുവണ്ണാമൂഴി ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്തേക്ക് വരണമെങ്കിൽ വീണ്ടും പേരാമ്പ്ര വന്ന് അവിടെ നിന്ന് മടങ്ങണം. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 2 പഞ്ചായത്തുകൾ, അതായത് ചക്കിട്ടപ്പാറ പഞ്ചായത്തും പിന്നെ അതുപോലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തും പെരുവണ്ണാമൂഴി കടിയങ്ങാട് പേരാമ്പ്ര യാത്ര ചെയ്യുന്ന, പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോടേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഓർഡിനറി ബസ് അനുവദിച്ചു തരണമെന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു ബസ് നേരത്തെ നിലവിൽ അവിടെ ഓടിക്കൊണ്ടിരുന്നു, മാനന്തവാടി ആനക്കാമ്പോയിൽ KSRTC സർവീസ്. അതിപ്പോ നിർത്തിവെച്ചിരിക്കുകയാണ് സർ. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. അറിയുന്നത് അവിടേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ലേലാൻഡ് ബസ് കിട്ടാത്തത് കൊണ്ടാണ് ആ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് സർ, നമുക്ക് കോഴിക്കോട് പേരാമ്പ്ര അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളായിട്ടുള്ള നന്മണ്ട, കാക്കൂര്, ബാലുശ്ശേരി, കൂട്ടാലിട, കൂരാച്ചുണ്ട്, ചക്കിട്ടപ്പാറ, പെരുവണ്ണാമൂഴി, ചെമ്പനോട, മരുതോങ്കര പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകള് മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ആളുകൾക്ക് ഈ സ്ഥലത്ത് നിന്ന് കോഴിക്കോട് ടൗണിൽ വന്നിട്ട് വേണം മൈസൂരിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ യാത്ര ചെയ്യാൻ. അതുകൊണ്ട് ഏകദേശം ഒരു 8 മണി സമയത്ത് കഴിഞ്ഞു മൂന്നാമത്തെ പോയിന്റ് ആണ്. ഏകദേശം 8 മണിക്ക് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബസ് സർവീസ് നമ്മൾക്ക് പേരാമ്പ്രയിലെ പെരുവണ്ണാമൂഴി വഴിയിലൂടെ അനുവദിച്ചു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, തീർച്ചയായിട്ടും നമ്മുടെ യുവ MLA പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു അൺടാപ്ഡ് ആയിട്ടുള്ള ഒരു ടൂറിസം സ്പോട്ടാണ് ഈ പെരുവണ്ണാമൂഴി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുതലകളെ കാണാൻ ഉള്ള അവസരവും അവിടെ ഉണ്ട്. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പെരുവണ്ണാമൂഴി വഴി തൊട്ടിൽപ്പാലം യൂണിറ്റിൽ നിന്നും 2 ഓർഡിനറി ബസ്സുകൾ കോഴിക്കോട്ടേക്കും 1 ഫാസ്റ്റ് പാസഞ്ചർ തൃശ്ശൂരിലേക്കും നിലവിൽ നടത്തി വരുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്കും മറ്റു പൊതുയാത്രക്കാർക്കും സൗകര്യപ്രദമായ രീതിയിൽ ഈ സർവീസുകൾ മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. എന്നാൽ പെരുവണ്ണാമൂഴി മാനന്തവാടി റൂട്ടിൽ നേരിട്ട് KSRTC ബസ്സുകൾ ഇപ്പോൾ നിലവിലില്ല. വികസിച്ചു വരുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ പെരുവണ്ണാമൂഴിയിലേക്ക് ഇതര സ്വകാര്യ സ്റ്റേജ് കാരേജ് സർവീസുകൾ നിലവിലുണ്ടെങ്കിലും യാത്രക്കാരുടെ ആവശ്യകതയും ലഭ്യതയും അനുസരിച്ച് തൊട്ടിൽപ്പാലം, മാനന്തവാടി, കോഴിക്കോട് യൂണിറ്റുകളിൽ നിന്നും ട്രിപ്പുകൾ അഥവാ സർവീസുകൾ ആരംഭിക്കുന്നതിന് സാധ്യത പരിശോധിക്കുന്നതാണ്. കൂടാതെ KSRTCയുടെ ബജറ്റ് ടൂറിസം വകുപ്പ് പാക്കേജിൽ പെടുത്തിക്കൊണ്ട് അത് ചെയ്യാമെന്നുകൂടി. താങ്ക് യു.